തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന പ്രവചനം. വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന് പ്രവചിച്ച ജ്യോത്സ്യൻ രാധൻ പണ്ഡിറ്റ് വെട്രിവേലാണ് പുതിയ പ്രവചനവുമായി രംഗത്ത് വന്നത്. ഗുജറാത്ത് ഭരണാധികാരി എന്ന നിലയിൽ നിന്ന് അതിവേഗമാണ് മോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഉയർന്നത്. സമാനമായ ഒരു രാഷ്ട്രീയ പാതയാണ് വിജയ്ക്ക് മുന്നിലുള്ളതെന്നും രാധൻ പണ്ഡിറ്റ് അവകാശപ്പെടുന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സൂപ്പർ സ്റ്റാറാണ് വിജയ്. അധികാരമേറ്റതിനു ശേഷം മുഖ്യമന്ത്രിയുടെ രീതികൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയ തരത്തിലാണ് ചർച്ചകൾക്ക് തുടക്കമായിരിക്കുന്നത്. എന്നാൽ വിജയുടെ രാഷ്ട്രീയ യാത്ര മുഖ്യമന്ത്രി പദവിയിൽ ഒതുങ്ങുന്നതല്ലെന്നും ഭാവിയിൽ വലിയ മാറ്റങ്ങളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നതെന്നും പുതിയ പ്രവചനങ്ങൾ വരുന്നു. അതെ, തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ രാഷ്ട്രീയ യാത്ര ഇവിടം കൊണ്ട് അവസാനിക്കില്ലെന്നും അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്നാണ് ജ്യോത്സ്യന്റെ പ്രവചനം. വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന് പ്രവചിച്ച അതേ ജ്യോത്സ്യൻ തന്നെയാണ് ഇപ്പോൾ പുതിയ പ്രവചനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. രാധൻ പണ്ഡിറ്റ് വെട്രിവേലാണ് ഈ പുതിയ പ്രവചനം നടത്തിയിരിക്കുന്നത്. വിജയ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വിധിക്കപ്പെട്ടയാളാണ്. അദ്ദേഹത്തിന്റെ ജാതകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജാതകവുമായി ഏറെ സാമ്യമുള്ളതാണെന്നും പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പദവിയിൽ മാത്രം ഒതുങ്ങാതെ രാജ്യത്തിന്റെ പരമോന്നത പദവിയിലെത്തും അദ്ദേഹമെന്നും പ്രവചനമുണ്ട്. അടുത്ത 30-40 വർഷത്തേക്ക് വിജയ്ക്ക് രാഷ്ട്രീയ എതിരാളികൾ ഉണ്ടാകില്ലെന്നും രാധൻ പണ്ഡിറ്റ് പറഞ്ഞു. വിജയുടെ രാഷ്ട്രീയ യാത്രയുടെ തുടക്കം മാത്രമാണിത്. മോദിയെപ്പോലെ തന്നെ നേരിട്ട് ഉന്നത പദവിയിലേക്ക് എത്തുന്ന രാഷ്ട്രീയ പാതയാണ് വിജയ്ക്ക് മുൻപിൽ ഉള്ളത്. 2001 മോദി ആദ്യമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായ അതേ പ്രായത്തിൽ തന്നെയാണ് വിജയ് മുഖ്യമന്ത്രിയാകുന്നത്. മോദിയെപ്പോലെ സർക്കാരിൽ താഴ്ന്ന പദവികൾ വഹിക്കാതെ സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെയാണ് വിജയ് നേരിട്ട് മുഖ്യമന്ത്രിയായത്. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് അതിവേഗം പ്രധാനമന്ത്രിയായി ഉയർന്നതും നാം കണ്ടു. വിജയ്ക്കും ഇതേ ഭാവിയാണ് ഉണ്ടാകുന്നതെന്നും രാധൻ പണ്ഡിറ്റ് അവകാശപ്പെട്ടു. ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ വിവാദ പ്രവചനം നടത്തിയിരിക്കുന്നത്. വരും ദശകങ്ങളിൽ തമിഴ് രാഷ്ട്രീയത്തിലും ദേശീയ തലത്തിലും വിജയ്ക്ക് വലിയ മത്സരങ്ങൾ നേരിടേണ്ടി വരില്ലെന്നും അദ്ദേഹം തോൽവിയെ അറിയാത്ത നേതാവായി തുടരുമെന്നും ജ്യോതിഷി ഉറപ്പിച്ചു പറയുന്നുണ്ട്. മാത്രമല്ല, വിജയ് അധികാരമേറ്റെടുത്ത ഉടൻ രാധൻ പണ്ഡിറ്റിന് സർക്കാർ പദവി നൽകിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹത്തെ നിയമനം റദ്ദാക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ പുതിയ പ്രവചനം പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസവും വിമർശനവും ഉയരുന്നുണ്ട്. എന്നാലും വിജയെ സമാധാനമായി ഭരിക്കാൻ അനുവദിക്കണമെന്നും ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കുമെന്നും ആരാധകർ അടക്കമുള്ളവർ പറയുന്നുണ്ട്. എന്നാൽ വിജയുടെ പ്രവചനവുമായി ബന്ധപ്പെട്ട് ജ്യോത്സ്യൻ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.